നാം ആത്മീക വളർച്ചയെക്കുറിച്ച് ചിന്തിക്കുമ്പം എൻ്റെ മനസ്സിലേക്ക് രണ്ട് വാക്യങ്ങളാണ് വരുന്നത്. 1 കൊരിന്തി 9 അധ്യായം. പൗലോസ് തൻ്റെ വളർച്ചയെക്കുറിച്ച് ഇവിടെ പറയുന്നു. 24 വാക്യം. ഓട്ടക്കളത്തിൽ ഓടുന്ന എല്ലാവരും ഓടുന്നു, എങ്കിലും ഒരുവനെ ബിരുദ പ്രാപിക്കുന്നുള്ളൂ എന്ന് അറിയുന്നില്ലയോ? നിങ്ങളും ബിരുദ പ്രാപിപ്പാൻ തക്കവണ്ണം ഓടുവീൻ. ഇവിടെ രണ്ട് കാര്യങ്ങൾ ഞാൻ നിങ്ങളെ കാണിക്കാൻ ആഗ്രഹിക്കുന്നു. ഒന്ന്, പൗലോസ് പറയുന്നത് 1-ാം നൂറ്റാണ്ടിലുള്ള ഏറ്റവും മോശപ്പെട്ട ഒരു സഭയോടാണ് ഇത് പറയുന്നത്. കൊരിന്ത്യ സഭയായിരുന്നു ആ കാലത്തുണ്ടായിരുന്ന ഏറ്റവും മോശപ്പെട്ട സഭ. അവരുടെ ഇടയിൽ എന്തൊക്കെ ഉണ്ടായിരുന്നു നിങ്ങൾക്കറിയാമോ? ആ സഭയിലുള്ള ആളുകൾ തമ്മിൽ ആളുകളെ കോടതിയിലേക്ക് കൊണ്ടുപോകായിരുന്നു. ആ സഭയിലുള്ള ഒത്തിരി ആളുകൾ മീറ്റിങ്ങിനിടയിൽ വളരെ ഉച്ചത്തിൽ അന്യഭാഷ പറയുന്നവരായിരുന്നു. ആളുകളിൽ മതിപ്പുളപ്പാക്കാനായിട്ട് വ്യാജമായുള്ള അന്യഭാഷ. അവിടെ ഒരു മനുഷ്യൻ അവൻ്റെ അപ്പൻ്റെ ഭാര്യയോട് ലൈംഗിക ഭാവത്തിൽ ജീവിക്കുന്നു. ആരും അവനെ തിരുത്താൻ തയ്യാറാകുന്നില്ല. അവർ കർത്താവിൻ്റെ മേശയോട് അടുത്ത് വരുമ്പോൾ അവരുടെ സ്വന്തം ഭക്ഷണവുമായിട്ട് വരുന്നു. എന്നാൽ പാവങ്ങളുമായിട്ട് അത് പങ്കുവയ്ക്കാൻ തയ്യാറാകുന്നില്ല. അങ്ങനൊരു സഭ നിങ്ങൾ കണ്ടിട്ടുണ്ടോ? ഞാൻ മോശപ്പെട്ട സഭകളെ കണ്ടിട്ടുണ്ട്, എന്നാൽ ഇത്രയും മോശപ്പെട്ട സഭയെ കണ്ടിട്ടില്ല. ഈ സഭയോട് അവൻ പറയുകയാണ്, ഈ ഓട്ടത്തിൽ നിങ്ങൾക്ക് 1-ാം സ്ഥാനം കിട്ടാം. നമുക്കെല്ലാവർക്കും ഇത് പ്രതീക്ഷ തരുന്നില്ലേ? ഞാനിപ്പോൾ പറഞ്ഞ പോലെ അത്രയും മോശമാണോ നിങ്ങളാരും അത്രയും മോശക്കാരല്ല. എന്നാൽ അവരോട് പറയുകയാണ്, ബിരുദ പ്രാപിക്കാൻ തക്കവണ്ണം ഓടുവീനെന്ന്. നിങ്ങൾ ചിന്തിക്കും ഇങ്ങനെ ഒരു സഭയ്ക്ക് ഒരു പ്രത്യാശയില്ലെന്നോ? നിങ്ങൾക്കൊരു പ്രത്യാശയില്ല. അങ്ങനെയല്ല അവിടെ പറയുന്നത്. ഇപ്പോഴും തിരിഞ്ഞ് മാനസാന്തരപ്പെട്ട് ഓടിയാൽ ഇവിടെ ആരെങ്കിലും കുറ്റപ്പാടിലോ നിരാശയിലോ ഇരിക്കുന്നത് ഞാൻ നിങ്ങളോട് പറയട്ടെ, ദൈവം നിങ്ങളുടെ കഴിഞ്ഞകാല പാപങ്ങൾ നിങ്ങളോട് ക്ഷമിക്കും. നിങ്ങൾക്കൊരു പക്ഷേ ആഗ്രഹിച്ച പോലെ ജീവിക്കാൻ കഴിഞ്ഞില്ലായിരിക്കാം. നിങ്ങളുടെ ജീവിതം ഒരു പക്ഷേ പൂർണ്ണ പരാജയമായിരിക്കാം. എന്നാലും നിങ്ങൾ ഇവരെ പോലെ മോശക്കാരല്ല. നിങ്ങൾ ഈ പല തെറ്റുകളും കുറ്റങ്ങളും. എന്നാൽ ഈ സഭയെക്കുറിച്ച് ചിന്തിച്ചു നോക്കൂ. നമ്മളെ ഓരോരുത്തരെ ഉത്സാഹിപ്പിക്കാൻ വേണ്ടിയാണ് പുതിയ നിയമത്തിൽ ഈ ലേഖനം എഴുതിയിരിക്കുന്നത്. കാരണം നിങ്ങൾക്കും ബിരുദ പ്രാപിക്കാൻ തക്കവണ്ണം ഓടുവാൻ കഴിയും. നിങ്ങൾ ഒരു പക്ഷേ ചിന്തിക്കും 200-300 പേരുള്ള ഈ സഭയിൽ എല്ലാവർക്കും എങ്ങനെ 1-ാം സ്ഥാനം കിട്ടുന്നതെന്ന്. അതാണ് ക്രിസ്ത്യ ജീവിതത്തിൻ്റെ ഏറ്റവും മനോഹരമായ കാര്യം. ഈ ലോകത്തിലെ ഓട്ടത്തിൽ 1-ാം സ്ഥാനം ഒരാൾക്ക് മാത്രമേ കിട്ടൂ. ഒരാളെ 1-ാം സ്ഥാനത്ത് വരും. അതാണ് ഇവിടെ പറയുന്നത്. ഇവിടെ പറയുന്നത് നിങ്ങൾ എല്ലാവർക്കും ബിരുദ പ്രാപിക്കാൻ തക്കവണ്ണം ഓടുവാൻ കഴിയും. അതിനർത്ഥം നിങ്ങൾക്ക് എല്ലാവർക്കും ബിരുദ പ്രാപിക്കാൻ കഴിയും. ഇതൊരു ഉദാഹരണമാണ്. എന്നാൽ അങ്ങനെ നിങ്ങൾക്ക് ബിരുദ പ്രാപിക്കണമെങ്കിൽ നിങ്ങൾക്കൊരു ആത്മനിയന്ത്രണം ഉണ്ടായിരിക്കണം. നിയന്ത്രണം ഉണ്ടാകണം. 25-ാമത്തെ വാക്യത്തിൽ പറയുന്നു, അംഗം പൊരുതുന്നവരൊക്കെയും സകലത്തിലും വർജനം ആചരിക്കുന്നു. ഈ ആത്മനിയന്ത്രണം എന്ന് പറഞ്ഞാൽ സ്വയം മുന്നോട്ട് കുതിക്കാൻ ആഗ്രഹിക്കുമ്പം നിങ്ങൾ ബ്രേക്ക് ഇടുന്നു. കുതിര അത് ആഗ്രഹിക്കുന്ന പോലെ പോകാൻ ആഗ്രഹിക്കുമ്പം നിങ്ങൾ ആ കടിഞ്ഞാണെ പിടിച്ച് വലിക്കുന്നു. ചില കാട്ടുകുതിരകൾ അവയെ പിടിക്കുന്നതിന് മുമ്പ് അവ വളരെ വേഗതയുള്ളതാണ്, വളരെ വേഗത. എന്നാൽ ഒരു കുതിരയോട്ടത്തിൽ അതിന് ഒരിക്കലും ജയിക്കാൻ കഴിയില്ല. ഒരു കുതിരയോട്ടത്തിൽ ഒരിക്കലും ജയിക്കില്ല. അവർക്ക് വളരെ വേഗതയുള്ളപ്പോൾ തന്നെ. കാരണം അവയ്ക്ക് ആത്മനിയന്ത്രണമില്ല. അതിൻ്റെ പുറത്തിരുന്ന് അതിനെ ഓടിക്കുന്ന കുതിരക്കാരനെ അവൻ അനുസരിക്കില്ല. എന്നാൽ അത്രയും വേഗത്തിൽ ഓടാൻ കഴിയാത്ത മറ്റൊരു കുതിര 1-ാം സമ്മാനം നേടുന്നു. കാരണം അത് കുതിരക്കാരനെ അനുസരിക്കുന്നു. കുതിരക്കാരൻ അവനെ വലിക്കുമ്പം കടിഞ്ഞാണ് ഈ സൈഡിലേക്ക്, കുതിര ആ സൈഡിലേക്ക് തന്നെ പോകുന്നു. കുതിരക്കാരൻ വേഗത്തിൽ ഓടാൻ സിഗ്നൽ കൊടുക്കുമ്പോൾ അത് വേഗത്തിൽ ഓടുന്നു. അതുകൊണ്ട് അവൻ 1-ാം സ്ഥാനം നേടാൻ ആഗ്രഹിക്കുന്നെങ്കിൽ ആത്മനിയന്ത്രണമുള്ളവനായിരിക്കണം. മിക്ക ക്രിസ്ത്യാനികൾക്കും വേണ്ടിയ പ്രധാനപ്പെട്ട കാര്യം
ആത്മനിയന്ത്രണമാണ്. എന്നാൽ അവരതിനെ വിലമതിക്കുന്നില്ല. അവർക്കത് വേണമെന്നുണ്ട്, എന്നാൽ അതില്ല. കാരണം അതിനുവേണ്ടി വില കൊടുക്കുന്നില്ല. എന്നാൽ പൗലോസിനെ സംബന്ധിച്ചിടത്തോളം പൗലോസ് വളരെ ആശ്ചര്യപ്പെടുന്ന ഒരു മനുഷ്യനായിരുന്നു. ഈ ആളുകൾ ചെയ്യുന്ന ഒരു പാവവും ചെയ്യുന്ന ഒരാളായിരുന്നല്ല അവൻ. എന്നിട്ടും പൗലോസ് പറയാണ് 27-ാമത്തെ വാക്യത്തിൽ, ഞാൻ എൻ്റെ ശരീരത്തെ ദണ്ഡിപ്പിച്ച് എൻ്റെ അടിമയാക്കുകയാണ്. അതിൻ്റെ അർത്ഥം ഇതാണ്, എൻ്റെ ശരീരം എന്ത് ചെയ്യണമെന്ന് ഞാൻ തീരുമാനിക്കും. എന്ത് കാണണമെന്ന് എൻ്റെ കണ്ണുകളല്ല തീരുമാനിക്കാൻ പോകുന്നത്. എൻ്റെ കണ്ണ് എന്ത് കാണണമെന്ന് ഞാൻ തീരുമാനിക്കും. എൻ്റെ കൈ എന്തെഴുതണമെന്ന് ഞാൻ തീരുമാനിക്കും. എൻ്റെ കൈക്ക് പല കാര്യങ്ങളും ചെയ്യാനുള്ള ആഗ്രഹം കാണും. എൻ്റെ നാവ് എന്ത് സംസാരിക്കണമെന്ന് ഞാൻ തീരുമാനിക്കും. ഞാൻ എൻ്റെ ശരീരത്തെ ദണ്ഡിപ്പിച്ച് അടിമയാക്കുന്നു എന്ന് പറയുമ്പോൾ അതിൻ്റെ അർത്ഥം അതാണ്. ഈ ലോകത്തിൽ സാധാരണമായി പറഞ്ഞാൽ മിക്ക ആളുകളും അവരുടെ ശരീരത്തിൻ്റെ അടിമയാണ്. അവരുടെ ശരീരം എന്താഗ്രഹിക്കുമോ, ഒരു മോശം ആഗ്രഹം, അവരതിൻ്റെ പിന്നാലെ പോകും. ഭക്ഷണം കഴിക്കുകയും കുടിക്കുന്ന കാര്യത്തിൽ പോലും അവരൊരു അച്ചടക്കമില്ലാത്ത വണ്ണമാണ് പ്രവർത്തിക്കുന്നത്. അച്ചടക്കം എന്ന് ഞാൻ പറഞ്ഞപ്പോൾ ശരീരത്തിൻ്റെ ആരോഗ്യത്തിൻ്റെ കാര്യത്തെ മാത്രമല്ല പറയുന്നത്. അത് നല്ല കാര്യമാണ്. ഇവിടെ അവൻ ആത്മീയ കാര്യത്തെക്കുറിച്ചാണ് പറയുന്നത്. എൻ്റെ ശരീരം ആരോഗ്യമുള്ളതായി സൂക്ഷിക്കാൻ വേണ്ടി മാത്രമല്ല ഞാൻ അച്ചടക്കമുള്ളവനായിരിക്കുന്നത്. ഞാൻ ഒരു കാണരുതാത്ത കാര്യം കാണാതിരിക്കാൻ വേണ്ടി ഞാൻ എന്നെ തന്നെ നിയന്ത്രിക്കും. ഞാൻ പറയരുതാത്ത കാര്യം പറയാതിരിക്കാൻ അവിടെ ഞാൻ അച്ചടക്കമുള്ളവനായിരിക്കും. ഞാൻ ആ കാട്ടുകുതിരയെ പുറകോട്ട് വലിക്കും. ഞാൻ എന്നെ തന്നെ നിയന്ത്രിക്കും. അങ്ങനെയെങ്കിൽ ഞാൻ ബിരുദം പ്രാപിക്കും. ഞാനൊരു വലിയ അപ്പോസ്തലനായിരിക്കെ തന്നെ ഞാൻ അയോഗ്യനാകാനായിട്ടുള്ള സാധ്യതയുണ്ട്. അതാണ് ഒന്നാമത്തെ കാര്യം. രണ്ടാമത്തെ കാര്യം ഫിലിപ്പ് ലേഖനം 3-ാം അധ്യായം. ഇവിടെ അവൻ പറയുന്നത് ആത്മാവിലുള്ള വളർച്ചയെ സംബന്ധിച്ചാണ്. ഒരു നിലയിൽ നിന്ന് അടുത്ത നിലയിലേക്ക്, അടുത്ത നിലയിലേക്ക്, അങ്ങനെ. ഫിലിപ്പ് ലേഖനം 3-ാം അധ്യായത്തിൽ അതൊരിക്കലും അവസാനിക്കുന്നില്ലെന്ന് പൗലോസ് പറയുന്നു. 8-ാം വാക്യത്തിൽ ക്രിസ്തു യേശുവിനെ കുറിച്ചുള്ള പരിജ്ഞാനത്തിൻ്റെ ശേഷം നിമിത്തം ഞാൻ എപ്പോഴും എല്ലാം ഛേദമെന്നെണ്ണുന്നു. അതുകൊണ്ടാണ് അവൻ ഇങ്ങനെ പറയുന്നത്, എനിക്കും പിടിക്കാമോ എന്ന് വെച്ച് പിന്തുടരുന്നു. 12-ാം വാക്യത്തിൽ തികഞ്ഞു കഴിഞ്ഞു എന്നോ 13-ാം വാക്യത്തിൽ പിടിച്ചെന്നോ നിരൂപിക്കുന്നില്ല. 14-ാം വാക്യത്തിൽ ഒന്ന് ഞാൻ ചെയ്യുന്നു, മുമ്പിലുള്ള ലാക്കിലേക്ക് ആഞ്ഞുകൊണ്ട് ഓടുന്നു, എൻ്റെ മുമ്പിലുള്ള ക്രിസ്തുവിനെ പിടിക്കാൻ വേണ്ടി. അവിടെ ഞാൻ രണ്ട് കാര്യങ്ങൾ കാണുന്നു. ഒന്നാമത്, അവൻ്റെ ആത്മീയ വളർച്ചയെക്കുറിച്ച് അവൻ സന്തുഷ്ടനല്ല. എൻ്റെ സഹോദരി സഹോദരന്മാരെ, ഞാൻ നിങ്ങളോട് എല്ലാവരോടും അപേക്ഷിക്കുകയാണ്, നിങ്ങളുടെ ആത്മീയ വളർച്ചയെക്കുറിച്ച് നിങ്ങൾ ഒരിക്കലും തൃപ്തരായിരിക്കരുത്. ഞാൻ 58 കൊല്ലങ്ങൾക്ക് മുമ്പ് വീണ്ടും ജനിക്കപ്പെട്ട ഒരാളാണ് ഞാൻ. എന്നാൽ ദൈവത്തിന് മുമ്പാകെ പറയാൻ ഞാൻ എൻ്റെ ആത്മീയ വളർച്ചയിൽ ഒരിക്കലും തൃപ്തനല്ല. കാരണം യേശുവിനെ പോലെ മുഴുവനാകാത്ത പല മേഖലകളും എൻ്റെ ജീവിതത്തിൽ എനിക്ക് കാണാൻ കഴിയുന്നു. അതുകൊണ്ട് ആ മേഖലയിലും എനിക്ക് യേശുവിനെ പോലെ ആകണം. ചില മേഖലകളിലെ ദൈവം എന്നെ സഹായിച്ചു ആ മേഖലകളിൽ ജയിക്കാനായിട്ട്. എന്നാൽ ഞാൻ പുറകോട്ട് തിരിഞ്ഞ് നോക്കി, ഞാൻ ഈ മേഖലയിൽ ജയിച്ചു, മറ്റേ മേഖലയിൽ ജയിച്ചു, മറ്റേ മേഖലയിൽ ജയിച്ചു, അതിൽ ജയിച്ചു. ഒരു 100 മീറ്റർ ഓട്ടത്തിൽ പുറകോട്ട് നോക്കിയിരിക്കുന്നവൻ ഒരിക്കലും ജയിക്കില്ല. ഒരു മാരത്തോൺ ഓട്ടത്തിൽ അതുപോലെ തന്നെയാണ്, പുറകോട്ട് നോക്കിയിരിക്കുന്നവൻ ഒരിക്കലും ജയിക്കുകയില്ല. പൗലോസ് പറയുകയാണ്, ഞാൻ മുന്നോട്ട് നോക്കി ഓടുകയാണ്. ഞാൻ എത്ര ദൂരം ഓടി എന്ന് ഞാൻ പുറകോട്ട് നോക്കി പറഞ്ഞുകൊണ്ടിരിക്കുകയല്ല. എന്തൊക്കെ കാര്യങ്ങളിൽ ഞാൻ ജയിച്ചു എന്ന് പുറകോട്ട് നോക്കിക്കൊണ്ട് ഞാൻ ഇരിക്കുകയല്ല. നിങ്ങൾ പുറകോട്ട് നോക്കി നിങ്ങൾ ഏതൊക്കെ മേഖലയിൽ വിജയിച്ചിരിക്കുന്നത് നിങ്ങളെ തന്നെ പ്രശംസിച്ചുകൊണ്ടിരുന്നാൽ നിങ്ങളുടെ ഓട്ടം തടസ്സപ്പെടും. എന്തൊക്കെ ഞാൻ നേടി. പൗലോസ് പറയുന്നു, പിമ്പിലുള്ളത് മറന്നും മുമ്പിലുള്ളതിന് ആഞ്ഞും കൊണ്ട് ക്രിസ്തു യേശുവിൽ ദൈവത്തിൻ്റെ പരമവിളിയുടെ ലാക്കിലേക്ക് ഓടുന്നു. ഇന്ന് നിങ്ങൾ കേട്ട പല മേഖലയിലും നിങ്ങൾ പല കാര്യങ്ങളും നേടിയിട്ടുണ്ടായിരിക്കാം. വളരെ നല്ല കാര്യമാണത്. നിങ്ങൾ പുറകോട്ട് തിരിഞ്ഞു നോക്കി നിങ്ങളെ തന്നെ പ്രശംസിക്കരുത്. നിങ്ങൾ ജയിക്കാത്ത മേഖലകളെ ഓർത്ത് മുന്നോട്ട് ഓടുക, മുന്നോട്ട് പോവുക. ഒരു സ്കൂളിലെ കാര്യം പറഞ്ഞ പോലാണ്. ഒരു കുട്ടി, അവൻ 6-ാം ക്ലാസ്സിൽ പഠിക്കുന്നു. അവൻ ഒരിക്കലും പഴയ ക്ലാസ്സിലെ അല്ല പഠിക്കുന്നത്. കൂട്ടാനും കുറയ്ക്കാനും ഒക്കെ 2-ാം ക്ലാസ്സിലും 3-ാം ക്ലാസ്സിലും അതിന് 100% കിട്ടി. അതിൽ പ്രശംസിച്ചുകൊണ്ട് അവന് കഴിയുമോ? അതും ചിന്തിച്ചുകൊണ്ടിരുന്നാൽ അവൻ ഒരിക്കലും മുന്നോട്ട് പോകാൻ കഴിയില്ല. ഒരു നല്ല വിദ്യാർത്ഥി അവൻ ഇനിയും പഠിക്കാനുള്ള കാര്യത്തിലാണ് ശ്രദ്ധിക്കുന്നത്.
അവൻ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. അവൻ പറയും, എനിക്ക് കണക്കിലും സയൻസിലും ഒക്കെ ഞാൻ ഇതുവരെയും പഠിക്കാത്ത കാര്യങ്ങൾ എനിക്ക് പഠിക്കണം, എനിക്ക് മുന്നോട്ട് പോകണം. അതുതന്നെയാണ് പൗലോസ് പറഞ്ഞ പരമവിളിയുടെ ലാക്കിലേക്ക് ഓടുന്നു. ഈ ലോകകാര്യങ്ങളിൽ അങ്ങനെയാണ്. നിങ്ങൾ ഏതെങ്കിലും ഒരു ജോലിയിലായിരിക്കുന്നെങ്കിൽ, ഒരു കമ്പ്യൂട്ടർ മേഖലയിലോ മറ്റേതെങ്കിലും മേഖല, നിങ്ങൾക്കറിയാം നിങ്ങൾ ചെയ്യുന്ന ആ ജോലിയിൽ ഉണ്ടാകുന്ന മാറ്റങ്ങൾക്കനുസരിച്ച് നിങ്ങളും മാറുന്നില്ലെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടെ ജോലി നഷ്ടപ്പെടും. 10 കൊല്ലം മുമ്പ് ഞാൻ കമ്പ്യൂട്ടർ സയൻസ് കോളേജിൽ പഠിച്ചെന്ന് നിങ്ങൾക്ക് പറയാൻ കഴിയില്ല. അതുകൊണ്ട് എനിക്ക് പ്രശ്നമില്ല. നിങ്ങൾക്ക് പ്രശ്നമുണ്ട്. നിങ്ങൾ ആ മേഖലയിലുള്ള പുരോഗതിക്ക് അനുസരിച്ച് നിങ്ങളും വളരണം. എല്ലാ മേഖലയും സയൻസോ എല്ലാം പുരോഗമിക്കുകയാണ്. അതുകൊണ്ട് നമ്മൾ ജോലി ചെയ്യുന്ന മേഖലയിൽ പുതിയ കാര്യങ്ങൾ പഠിക്കാൻ നാം ഉത്സാഹമുള്ളവരാണ്. 40 50 വയസ്സുള്ളവർ പിന്നെയും പഠിക്കുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. അങ്ങനെ അവരുടെ ജോലി നഷ്ടപ്പെടരുതെന്ന് അവർ ആഗ്രഹിക്കുന്നു. ഇത് തന്നെ ആയിരിക്കണം നമ്മുടെ ആഗ്രഹം. നാം ഇതുവരെ യേശുവിനെ പോലെ ആയി തീർന്നിട്ടില്ല. എന്താണ് ഞാൻ പഠിക്കേണ്ടത്? ഞാൻ പഠിക്കേണ്ടത് യേശുവിനെയാണ്. ഏതൊക്കെ മേഖലകളിലാണ് ഞാൻ ഇനിയും അവനെ പോലെ ആയിത്തീരാത്തത്? ഞാൻ ആ ലക്ഷ്യത്തിലേക്ക് ഓടേണ്ടതുണ്ട്. ഞാൻ വിശ്വസിക്കുന്നു ഈ സഭയിലുള്ള ഒരു സഹോദരൻ, അവൻ ഈ ഓട്ടത്തിൽ പിന്നിലായിരിക്കുന്നു. ഞാൻ ഉദ്ദേശിച്ചത്, നീ ജയിച്ച ചില മേഖലകളിൽ അവൻ പുറകിലായിരിക്കുന്നു. നിങ്ങൾ എന്ത് ചെയ്യും? നിങ്ങൾ ഓർക്കുന്നുണ്ടോ, കഴിഞ്ഞ കോൺഫറൻസിലോ അതിന് മുമ്പലത്തെ കോൺഫറൻസിലോ മറ്റോ സന്ദീപ് നമ്മളെ ഒരു വീഡിയോ കാണിച്ചിരുന്നല്ലോ. 2 സഹോദരന്മാരെ ഒരു വലിയ മാരത്തോണിൽ ഓടുകയാണ്. ആ അവസാന ലക്ഷ്യത്തിനെത്തുന്നതിന് അല്പം മുമ്പ് ഒരു സഹോദരൻ തളർന്നു വീണു. നിങ്ങൾ ഓർക്കുന്നുണ്ടോ അത്? മറ്റേ സഹോദരൻ എന്താ ചെയ്തത്? അവനവനെ പൊക്കിയെടുത്തു. അവർ ഓടിയ പോലെ ഓടിയിരുന്നെങ്കിൽ 1-ാം സ്ഥാനത്തോ 2-ാം സ്ഥാനത്തോ എത്തേണ്ടവരായിരുന്നു. അവർക്ക് പിന്നിൽ 3-ാമതൊരാൾ ഓടുന്നുണ്ട്. ആ 2 സഹോദരന്മാരിൽ ഒരാൾക്ക് നിശ്ചയമായിട്ട് 1-ാം സ്ഥാനത്തെത്താൻ കഴിയുമായിരുന്നു. എന്നാൽ ആ 1-ാം സ്ഥാനത്തെത്താനുള്ള അവസരം ത്യജിച്ച് അവൻ്റെ സഹോദരനെ സഹായിച്ചു. അങ്ങനെ 3-ാം സ്ഥാനത്തെ ആൾ 1-ാം സ്ഥാനത്തെത്തി. അവൻ കൈയൊക്കെ ഉയർത്തി വിജയം ആഘോഷിച്ചു. എന്നെ സംബന്ധിച്ച് ആശ്ചര്യമായിട്ടുള്ള കാര്യം, ആ 1-ാം സ്ഥാനം എത്തിയ ആളല്ല. ഈ സഹോദരൻ വളരെ ബുദ്ധിമുട്ടി അവനെ മുൻപോട്ട് തള്ളി അവൻ ആ ഫിനിഷിംഗ് ലൈനിൽ എത്തിയപ്പോൾ അവൻ എന്താ ചെയ്തെന്നറിയാമോ? അവൻ്റെ സഹോദരനെ മുന്നോട്ട് തള്ളി അവൻ 2-ാം സ്ഥാനത്തെത്തി. അവൻ പുറകോട്ട് മാറി. ഒരു യഥാർത്ഥ ക്രിസ്ത്യാനി എങ്ങനെ ആയിരിക്കണം എന്നുള്ളതിൻ്റെ മനോഹരമായൊരു ഉദാഹരണമാണിത്. ഇത് തന്നെയാണ് നമ്മൾ സഭയിലും ചെയ്യേണ്ടത്. ഒരു സഹോദരൻ അവൻ ഒരു കാര്യത്തിൽ ബലഹീനനായിരിക്കുമ്പം, ആത്മീയമായിട്ട് ഉത്സാഹമില്ലാതിരിക്കുകയോ ചില മേഖലകളിൽ പരാജയപ്പെട്ടു ഇരിക്കുമ്പം അവനെ അവിടെ വിട്ടുകളഞ്ഞിട്ട് ഓടി 1-ാം സ്ഥാനത്തെത്തുകയാണോ? ആ ലോക മനുഷ്യൻ അവരൊരു ക്രിസ്ത്യാനിയാണെന്ന് ഞാൻ ചിന്തിക്കുന്നില്ല. അവൻ ചിന്തിച്ചു, ഇവൻ എൻ്റെ സഹോദരനാണ്. അതവൻ്റെ സഹോദരനല്ലായിരുന്നെങ്കിൽ അവൻ അങ്ങനെ ചെയ്യുമെന്ന് ഞാൻ ചിന്തിക്കുന്നില്ല. എന്നാൽ ഇതവൻ്റെ സഹോദരനാണ്. ഇങ്ങനെയാണ് നമ്മുടെ സഭയിലുള്ള സഹോദരി സഹോദരന്മാരെ കണ്ടത്. ഇതെൻ്റെ സഹോദരനാണ്, ഇതെൻ്റെ സഹോദരിയാണ്. അവർ ചില മേഖലയിൽ പരാജയപ്പെട്ട് പിന്നിലായിരിക്കുന്നു. ഞാൻ എന്ത് ചെയ്യണം? ഞാൻ അവനെ ഉത്സാഹിപ്പിക്കണം. അവനെ പുണർന്ന് ഉത്സാഹിപ്പിച്ച് അവനോട് പറയാൻ കഴിയണം, വരിക, നമുക്ക് ജയിക്കാൻ കഴിയും, മുന്നോട്ട് തന്നെ ഓടുക, വിട്ടുകളയരുത്, നമുക്കിനിയും ഈ തോട്ടം ജയിക്കാൻ കഴിയും. അങ്ങനെ ഒരു സഭയായിരുന്ന് നമുക്ക് കർത്താവിനെ പ്രസാദിപ്പിക്കുന്നവരാകാം. ആമീൻ. Johnny has to win and to be sure of taking the title. And right now he seems to have lost control of his legs. And this is worrying. Oh, and he's starting to slow. And there is a little way to go. There's half a K to go. And Johnny is running out of time and is losing. He's losing his sense of direction. This is worrying. Oh, goodness me. This is a horrible sight. Jonathan Brownlee has lost it now and has staggered to a stop at the side of the course, and Alistair's stopped to help him along. And Alistair is going to try and carry his brother home. Dramatic scenes in Cozumel as the Olympic champion carries his younger brother towards the podium. Oh my God, I cannot believe what we are seeing here. Matt, is this allowed? Is he allowed to help his brother? You know, is that part of the rules? I'm not too sure. We've never seen anything like this before. Unbelievable scenes. Unbelievable scenes in Cozumel.
The Brownlee brothers arm in arm, but it's not by way of celebration. Henry Schoeman's celebrating. He's going to win this race in Cozumel out of nowhere. But we have to be concerned about the health of Jonathan Brownlee, and they're not even on the final stretch yet. Schoeman wins in Cozumel. The brothers are coming home arm in arm to finish in second and third, but Johnny can hardly stand, and Alistair is having to drag him across the line and pushing him home for second. Johnny finishes in second. Goodness me, what an incredible conclusion here in Cozumel. I've never seen anything like that anywhere in world sport. Worrying scenes all round.